ഒരിക്കൽ സഭയുടെ ഉൽപ്രാവണം നടന്നു കഴിയുമ്പോൾ എതിർ ക്രിസ്തു ഈ ലോകത്തിൻ്റെ സ്റ്റേജിൽ വെളിപ്പെട്ടു വരും. അതിനുശേഷം യഹൂദരുടെ മൂന്നാമത്തെ ആലയം പണിയപ്പെടും. അതോടൊപ്പമാണ് പുരോഹിതരും ആ ആലയത്തിലെ വസ്തുവകകളൊക്കെ ചുവന്ന പശുവിൻ്റെ യാഗമെല്ലാം അർപ്പിക്കപ്പെട്ട് അതിൻ്റെ ചാരം ഉപയോഗിച്ചെല്ലാം ശുദ്ധീകരിക്കുന്നത്. അതിനുശേഷം ആ അശുദ്ധമാക്കുന്ന മ്ലേച്ഛത ആലയത്തിൽ നടക്കും. അതിനുശേഷമാണ് യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ രണ്ടാം വരവിൽ അവിടുന്ന് ഒലിവുമലയിലേക്ക് എത്തുന്നത്. എന്നിട്ട് തൻ്റെ, അതായത് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ജനുവിനായി സത്യമായി വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കൾ, ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ സമർപ്പിത തീരുമാനമെടുത്ത ദൈവമക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കാണുമ്പോൾ ഭയമല്ല വരേണ്ടത്. പ്രത്യുത ഹൃദയങ്ങളിൽ പ്രത്യാശയാണ് ഉദിക്കേണ്ടത്. കാരണം അടുത്ത പ്രവചന ടൈം സ്കെയിലിൽ സംഭവിക്കുവാൻ പോകുന്ന സംഭവമാണ് സഭയുടെ ഉൽപ്രാവണം. അതിൽ യേശു കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ സത്യസഭയെ ചേർക്കുന്ന സംഭവമാണ് ഉൽപ്രാവണം. അത് നാം ചിന്തിക്കുന്നതിലും ഏറ്റവും അടുത്ത് വരികയാണ് പ്രിയമുള്ളവരെ.